നമസ്കാരം. ചാറ്റ് ബോട്ടുകളും ഇമേജ് ജനറേറ്ററുകളും ഉൾപ്പെടെയുള്ളവ ജനറേറ്റീവ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉൽപ്പന്നങ്ങൾ സ്വന്തം കുടുംബാംഗങ്ങൾ പോലും ഉപയോഗിക്കരുത് എന്ന മുന്നറിയിപ്പ് നൽകിയാണ് നിരവധി AI ജീവനക്കാർ. AI മോഡലുകളുടെ സുരക്ഷയും കൃത്യതയും ഉറപ്പുവരുത്തുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്ന ഇവരുടെ നിലപാട് സാങ്കേതിക വിദ്യാരംഗത്ത് വർദ്ധിച്ചുവരുന്ന ആശങ്കകൾ തുറന്നുകാട്ടുന്നു. ഗൂഗിളിന്റെ ജെമിനി, എലോൺ മസ്കിന്റെ ഗ്രോക്ക്, ആമസോൺ മെക്കാനിക്കൽ ടർക്ക് പോലെയുള്ള പ്ലാറ്റ്ഫോമുകളിൽ പ്രവർത്തിക്കുന്ന റേറ്റർമാർ ഉൾപ്പെടെയുള്ള നിരവധി ജീവനക്കാർ തങ്ങൾ ജോലി ചെയ്യുന്ന മോഡലുകളിൽ വിശ്വാസമില്ലെന്ന് വെളിപ്പെടുത്തുകയാണ്. ഈ സാങ്കേതികവിദ്യയുടെ ആന്തരിക പ്രവർത്തനങ്ങളെക്കുറിച്ച് നേരിട്ട് മനസ്സിലാക്കിയ ശേഷമാണ് ഇവർ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും മുന്നറിയിപ്പ് നൽകുന്നത്. AI കമ്പനികൾ വേഗതയ്ക്കും ലാഭത്തിനും വേണ്ടി സുരക്ഷയും ഗുണമേന്മയും ബലികഴിക്കുന്നു എന്നാണ് AI ജീവനക്കാരുടെ നിരാശയുടെ പ്രധാന കാരണം. ആമസോൺ മെക്കാനിക്കൽ ടർക്കിൽ AI സൃഷ്ടിക്കുന്ന ഉള്ളടക്കം വിലയിരുത്തുന്ന ക്രിസ്റ്റ പാവ്ലോസ്കിയുടെ അനുഭവവും ശ്രദ്ധേയമാണ്. വർണ്ണവിവേചനപരമായ ഒരു ട്വീറ്റ് തിരിച്ചറിയുന്നതിൽ തന്റെ കമ്പ്യൂട്ടറൈസ് സംവിധാനത്തിൽ വന്ന പിഴവ് അവരെ ഞെട്ടിച്ചു. താൻ അറിയാതെ എത്രയോ തവണ തെറ്റായ വിവരങ്ങൾ കടന്നു പോയിരിക്കാം എന്ന ചിന്തയും അവരെ അലട്ടി. ഇതിനെ തുടർന്ന് അവർ ജനറേറ്റീവ് AI ഉൽപ്പന്നങ്ങൾ വ്യക്തിപരമായി ഉപയോഗിക്കുന്നത് പൂർണ്ണമായും നിർത്തി. തന്റെ കൗമാരക്കാരിയായ മകളെ ചാറ്റ് ബോട്ടുകൾ ഉപയോഗിക്കാൻ അവർ അനുവദിക്കുന്നില്ല. മറ്റൊരു AI ജീവനക്കാരനായ ബ്രൂക്ക് ഹാൻസന്റെ അഭിപ്രായത്തിൽ മോഡലുകൾ മികച്ചതാക്കാൻ ഞങ്ങൾ സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്നിട്ടും പലപ്പോഴും അവ്യക്തമായ നിർദ്ദേശങ്ങളും കുറഞ്ഞ പരിശീലനവും ജോലികൾ പൂർത്തിയാക്കാൻ അവിശ്വസനീയമായ സമയപരിധിയുമാണ് നൽകുന്നത്. തൊഴിലാളികൾക്ക് ആവശ്യമായ വിഭവങ്ങളോ സമയമോ നൽകാതെ കമ്പനികൾ വേഗതയ്ക്ക് മുൻഗണന നൽകുമ്പോൾ ലഭിക്കുന്ന ഫലങ്ങൾ സുരക്ഷിതമോ ധാർമ്മികമോ ആകാൻ സാധ്യതയില്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. AI മോഡലുകളുടെ പ്രധാന പോരായ്മകളിലൊന്നായി ജീവനക്കാർ ചൂണ്ടിക്കാണിക്കുന്നത് കൃത്യമായ ഉത്തരം ലഭ്യമല്ലാത്തപ്പോൾ പോലും ആത്മവിശ്വാസത്തോടെ തെറ്റായ വിവരങ്ങൾ നൽകാനുള്ളതിന്റെ പ്രവണതയാണ്. മീഡിയ ലിറ്ററസി ലാഭേച്ഛയില്ലാതെ പ്രവർത്തിക്കുന്ന ന്യൂസ് ഗാർഡ് നടത്തിയ ഒരു ഓഡിറ്റ് പ്രകാരം ചാറ്റ് ബോട്ടുകൾ തെറ്റായ വിവരങ്ങൾ ആവർത്തിക്കാനുള്ള സാധ്യത 2024 ഓഗസ്റ്റ് മുതൽ 2025 ഓഗസ്റ്റ് വരെയുള്ള കാലയളവിൽ 18% നിന്നും 35% ഇരട്ടിയോളം വർദ്ധിച്ചു. ഇതേസമയം ഇത്തരം ചാറ്റ് ബോട്ടുകൾ ഉത്തരം നൽകാതിരിക്കുന്നതിന്റെ നിരക്ക് 31% നിന്നും 0% കുറയുകയും ചെയ്തു. ഒരു വസ്തുതയും താൻ സ്വയം പരിശോധിക്കാതെ വിശ്വസിക്കില്ല, ഇത് വിശ്വസനീയമല്ല എന്നാണ് ഗൂഗിൾ AI റേറ്റർ രഹസ്യമായി വെളിപ്പെടുത്തിയത്. വൈദ്യശാസ്ത്രപരമായ ചോദ്യങ്ങൾ കൈകാര്യം ചെയ്യാൻ മതിയായ പരിശീലനം ഇല്ലാത്തവരെ ചുമതലപ്പെടുത്തുന്നതിലെ ധാർമ്മിക ആശങ്കകളും അവർ പങ്കുവച്ചിട്ടുണ്ട്. ഗാർബേജ് ഇൻ ഗാർബേജ് ഔട്ട് എന്ന കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് തത്വം ഇവിടെയും ബാധകമാണെന്നും തൊഴിലാളികൾ പറയുന്നു. അതായത് മോശമായതോ അപൂർണമായതോ ആയ ഡാറ്റയാണ് AI മോഡലുകൾക്ക് നൽകുന്നതെങ്കിൽ അതിന്റെ ഫലവും മോശമായിരിക്കും. ഗൂഗിളിന്റെ ഉൽപ്പന്നങ്ങൾക്കായി റേറ്റിംഗ് നൽകിയിരിക്കുന്ന ഒരു ജീവനക്കാരൻ മോഡലിന്റെ പരിമിതികൾ കണ്ടെത്താനുള്ള ശ്രമത്തിനിടെ താൻ നേരിട്ടൊരു അനുഭവം പങ്കുവച്ചു. ചരിത്രത്തിൽ ബിരുദമുള്ള അദ്ദേഹം ഫലസ്തീൻ ജനതയുടെ ചരിത്രത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ പലതവണ ശ്രമിച്ചിട്ട് മോഡൽ മറുപടി നൽകിയില്ല. എന്നാൽ ഇസ്രായേലിന്റെ ചരിത്രത്തെക്കുറിച്ച് വിശദമായി വിവരങ്ങൾ നൽകി എന്നും റിപ്പോർട്ടുണ്ട്. ഈ ജീവനക്കാർ സ്വന്തം കുടുംബാംഗങ്ങളോടും സുഹൃത്തുക്കളോടും AI സംയോജിപ്പിച്ച പുതിയ ഫോണുകൾ വാങ്ങരുതെന്നും സ്വകാര്യ വിവരങ്ങളൊന്നും AIക്ക് നൽകരുതെന്നും ഉപദേശിച്ചിട്ടുണ്ട്. AIക്ക് പിന്നിൽ പ്രവർത്തിക്കുന്ന അദൃശ്യരായ മനുഷ്യരെക്കുറിച്ചും അവരുടെ അവിശ്വസനീയതയെക്കുറിച്ചും പാരിസ്ഥിതിക ആഘാതങ്ങളെക്കുറിച്ചും പൊതുജനങ്ങളെ ബോധവാന്മാരാക്കാൻ AI ജീവനക്കാർ ഇപ്പോൾ ശ്രമിക്കുന്നുണ്ട്.